ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ദ അസറ്റ് അപ്രോച്ച് ടു എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. The asset approach to exchange rate determination. The asset approach to exchange rate determination is a modern theory in international finance. അത് ഇന്റർനാഷണൽ ഫൈനാൻസിൽ വരുന്ന ഒരു മോഡേൺ തിയറിയാണ് കേട്ടോ അത്. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് മൂവ്മെന്റ്സ് ബേസ്ഡ് ഓൺ ദ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആണ്. അത് എക്സ്ചേഞ്ച് റേറ്റിന്റെ മൂവ്മെന്റ്സ് ഇല്ല, എക്സ്ചേഞ്ച് റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്ന ആ ഒരു മൂവ്മെന്റ് ഏതിന്റെ അടിസ്ഥാനത്തിൽ? ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഡിമാൻഡ് സപ്ലൈയുടെ അടിസ്ഥാനത്തിൽ ഫോർ ഫൈനാൻഷ്യൽ അസറ്റ്സ്. എന്തൊക്കെയാണ് ഫൈനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത്? അതായത് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന എല്ലാം നമ്മുടെ ഫൈനാൻഷ്യൽ അസറ്റ്സ് ആണ്. ഇപ്പം മ്യൂച്വൽ ഫണ്ട് ഫൈനാൻഷ്യൽ അസറ്റ്സ് ആണ്. ഇപ്പൊ ഇൻഷുറൻസിന്റെ കോൺട്രാക്റ്റോ പെൻഷൻ ഫണ്ട്സോ പിന്നെ നമുക്ക് എന്തെങ്കിലും സെക്യൂരിറ്റീസോ അങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അതൊക്കെ ഫൈനാൻഷ്യൽ അസറ്റ്സ് ആണ്. ഓക്കെ, ഡിനോമിനേറ്റഡ് ഇൻ ഡിഫറെന്റ് കറൻസീസ്. അത് ഇതെല്ലാം ഡിനോമിനേറ്റ് ചെയ്തേക്കുന്ന ഡിഫറെന്റ് കറൻസീസിലാണ്. ഓക്കെ, എന്ന് ആലോചിക്കണം. അത് ഒരു ഒറ്റ കറൻസിയിലല്ല, ഡോളർ, യൂറോ, അങ്ങനെ പല കറൻസിയിൽ ഡിനോമിനേറ്റ് ചെയ്തേക്കുന്ന ഈ കറൻസിയുടെ ആ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് എക്സ്ചേഞ്ച് റേറ്റിന്റെ മൂവ്മെന്റ് നിശ്ചയിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. ഇതിന്റെ കോർ ഐഡിയ എന്ന് പറയുന്നത് ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വെച്ചാൽ രണ്ട് കറൻസികൾ തമ്മിലുള്ള, അപ്പം ഒരു ഡോളർ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് 86 രൂപ കൊടുക്കണം. ഓക്കെ, അപ്പം 86 റുപ്പീസ് ഈസ് ഈക്വൽ ടു $1. അതാണ് എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ, ഈ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ബൈ റിലേറ്റീവ് അട്രാക്റ്റീവ്നെസ് ഓഫ് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഫൈനാൻഷ്യൽ അസറ്റ്സ്. അപ്പം ഈ ഫോറിൻ ആയിട്ട്, അത് വിദേശികളുടെയും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ടുള്ളതുമായിട്ടുള്ള ഫൈനാൻഷ്യൽ അസറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോക്ക്, ബോണ്ട്, അങ്ങനെയുള്ള ഫൈനാൻഷ്യൽ അസറ്റുകൾ എത്ര അട്രാക്റ്റീവ് ആണോ, ആൾക്കാർ അത് ഇപ്പൊ അട്രാക്റ്റീവ് ആണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന കമ്പനികളുടെ സ്റ്റോക്ക് ഒക്കെ പെട്ടെന്ന് വിറ്റുപോകും അല്ലെ. അപ്പം അങ്ങനെ അതാണ് ആ സപ്ലൈയും ഡിമാൻഡുമാണ് ഈ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇതൊക്കെയാണ് ഫൈനാൻഷ്യൽ അസറ്റ്സ്. ഗവൺമെന്റ് ബോണ്ട്സ്, സ്റ്റോക്സ് ആൻഡ് ബാങ്ക് ഡെപ്പോസിറ്റ്, ഇതൊക്കെ ഫൈനാൻഷ്യൽ അസറ്റുകളാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അട്രാക്റ്റീവ്നെസ് ആണ് ഇത് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഇൻവെസ്റ്റേഴ്സ് കമ്പയർ എക്സ്പെക്ടഡ് റിട്ടേൺസ്. അത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്യും? അത് തിരിച്ച് എത്ര അദ്ദേഹത്തിന് ലാഭം കിട്ടുക, എത്ര റിട്ടേൺ കിട്ടുക എന്നുള്ളത് അത് കാൽക്കുലേറ്റ് ചെയ്യും. അത് മാത്രമല്ല റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യും, അതിന് ലിക്വിഡിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. അത് വിറ്റ് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. വെൻ ഡിസൈഡിങ് വിച്ച് കൺട്രീസ് അസറ്റ് ടു ഹോൾഡ്. അപ്പോൾ ഏത് കൺട്രിയുടെ അസറ്റ് ഹോൾഡ് ചെയ്താലാണ് എനിക്ക് കയ്യിൽ കുറച്ച് കാശ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്ന് ചിന്തിക്കും. അപ്പോഴത്തേക്ക് അതിന് ആ അസറ്റിനോട് ഡിമാൻഡ് പോകും. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നത്. ഇതിന്റെ മെയിൻ അസംഷൻസ് എന്നതൊക്കെയാണ്: ക്യാപിറ്റൽ ഈസ് ഹൈലി മൊബൈൽ അക്രോസ് കൺട്രീസ്. അതായത് രാജ്യങ്ങൾക്ക് ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാപിറ്റൽ അങ്ങോട്ട് മേടിക്കാൻ പറ്റുമെന്നാണ്, അസറ്റ് ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് സെല് ചെയ്യാൻ പറ്റുമെന്നാണ്. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പരിപാടി നടക്കത്തില്ല. അടുത്തത് ഇൻവെസ്റ്റേഴ്സ് സീക്ക് ദ ഹയസ്റ്റ് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ. അത് മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ റിസ്ക് കുറഞ്ഞ ഒരു റിട്ടേൺ കിട്ടുന്ന രീതിയിലാണ് ഇൻവെസ്റ്റേഴ്സ് പോണത്. റിസ്ക് ഉള്ളവർ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കത്തില്ല. അടുത്തത് എക്സ്ചേഞ്ച് റേറ്റ് അഡ്ജസ്റ്റ് ടു ഇക്വിലിബ്രേറ്റ് ദ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ അസറ്റ്സ്. അതായത് എക്സ്ചേഞ്ച് റേറ്റ് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും. അത് ആൾവേസ് ഒരു ഇക്വിലിബ്രിയത്തിലാണല്ലോ ഈ ഡിമാൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം എത്തുന്നത്. അപ്പൊ ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഈ എക്സ്ചേഞ്ച് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുന്നതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അത് ഇഫ് US ഇൻട്രസ്റ്റ് റേറ്റ്സ് റൈസ്, അതായത് അമേരിക്കയിൽ എന്ത് ചെയ്യുന്നു? അവരുടെ പലിശ നിരക്ക് കൂടുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, കൂടുതൽ പലിശ കിട്ടും, റിട്ടേൺ കിട്ടും. അവിടെ എന്താണ്, നമുക്ക് കയ്യിൽ കുറച്ച് കാശ് വരും നമ്മൾ മനസ്സിലാക്കും. ഓർ ആർ എക്സ്പെക്റ്റഡ് ടു റൈസ്, അല്ലെങ്കിൽ ഉയരാൻ പോകണമെന്നൊരു ആന്റിസിപ്പേഷൻ, ഒരു പ്രതീക്ഷ വന്നു. അപ്പം US അസറ്റ്സ് ബിക്കം മോർ അട്രാക്റ്റീവ്. എല്ലാവരും അങ്ങോട്ട് പോകും, അവിടുത്തെ അസറ്റുകൾ മേടിക്കാൻ വേണ്ടി പോകും. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് മൂവ് മണി ഇൻ ടു US. അപ്പം ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? US മണി മൂവ് ചെയ്യും. ഓക്കെ, അസറ്റ്സ് ബൈ ബൈയിങ് ഡോളേഴ്സ്. അപ്പൊ അവര് ഡോളർ മേടിച്ചിട്ട് എന്ത് ചെയ്യും? US ഇൻവെസ്റ്റ് ചെയ്യും, റിട്ടേൺ കൂടുതൽ കിട്ടുമല്ലോ. ദിസ് കോസസ് അപ്രീസിയേഷൻ. അപ്പോഴത്തേക്ക് ഇങ്ങനെ കൂടുതൽ ഡോളർ ആൾക്കാർ മേടിക്കുമ്പോഴത്തേക്ക് ഡോളറിന്റെ മൂല്യം കൂടും. ഓക്കെ, അത് അപ്രീസിയേഷൻ വരും. ഓക്കെ, ഓഫ് ദ ഡോളർ. അപ്പൊ ഡോളറിന്റെ ഡിമാൻഡ് കൂടുകയാണ് അപ്പോൾ ചെയ്യുന്നത്. എല്ലാ ആൾക്കാരും അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോളർ മേടിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് ഡോളറിന്റെ ഡിമാൻഡ് കൂടുന്നു. ഓക്കെ, ഇത് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേറൊരു സംഭവമുണ്ട്. ഈ ഫോറിൻ അസറ്റ്സ് ബിക്കം മോർ അട്രാക്റ്റീവ്. ഇപ്പോൾ ഫോറിൻ അസറ്റ്സ് കൂടുതൽ അട്രാക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് കറൻസി ഡിപ്രീഷിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് നമ്മുടെ കറൻസി ഡിപ്രീഷിയേറ്റ് ആവുകയാണ്, നമ്മുടെ മൂല്യം കുറയുകയും US കറൻസിയുടെ മൂല്യം കൂടുകയും ചെയ്യുന്നുണ്ട്. അടുത്ത കീ കോൺസെപ്റ്റ്സ് നോക്കാം. ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന കീ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻഷ്യൽസ് ആണ്. ഓക്കെ, പലിശയിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ എവിടെയാണോ കൂടുതൽ പലിശ വരുന്നത് അവിടുത്തെ ആ രാജ്യത്തെ, കൂടുതൽ പലിശയുള്ള രാജ്യത്തെ അസറ്റുകൾ മേടിക്കപ്പെടും. ഓക്കെ, ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഷിഫ്റ്റ് ടു ദ കറൻസി ഓഫറിംഗ് ഹയർ റിട്ടേൺസ്. ഓക്കെ, അത് ഇൻവെസ്റ്റേഴ്സ് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ റീസെന്റ് ആയിട്ടൊരു ഏതാണ്ട് ഒരു 6 മാസം മുമ്പ് ഇപ്പം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് സംഭവിച്ചതാണ്. ഇപ്പം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്നൊരു ടീമുണ്ട്. അവര് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയ അടുത്ത്
നിന്ന്, അതായത് ഇന്ത്യയിൽ നിന്ന് ബൾക്കായിട്ട് എമൗണ്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തപ്പോഴത്തേക്കാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോയത്. ഓക്കെ, അപ്പം അവരെവിടെ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നോ അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് എക്സ്പെക്ടേഷൻസ് ആണ്. ഇപ്പം ഇഫ് പീപ്പിൾ എക്സ്പെക്ട് എ കറൻസി ടു അപ്രീഷിയേറ്റ്, ഇപ്പം ഒരു കറൻസി അപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് ആൾക്കാർ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ അത് മേടിച്ച് കയ്യിൽ വെക്കും, റേസിങ് ഇറ്റ്സ് എ വാല്യൂ ടുഡേ. ഓക്കെ, അപ്പോഴത്തേക്ക് അവർ ആ എക്സ്പെക്ടേഷൻ കൊണ്ടും ഇപ്പോൾ അവർ ഫ്യൂച്ചറിലാണ് വാല്യൂ കൂടാൻ പോണത്, പക്ഷെ അവർ ഇപ്പോഴേ മേടിച്ച് വയ്ക്കും, അപ്പോഴത്തേക്ക് ഇപ്പോൾ അതിന്റെ വാല്യൂ കൂടും. മനസ്സിലായില്ലേ? അടുത്തെന്ന് പറയുന്നത് അൺകവേർഡ് ഇൻട്രസ്റ്റ് പാരിറ്റി എന്ന് പറയുന്നത് UIP എന്ന് പറയും. അതായത് ഇതെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ദ എക്സ്പെക്ടഡ് റിട്ടേൺ ഓൺ ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ അസറ്റ്സ്. അതായത് ഡൊമസ്റ്റിക് അസറ്റ് ആയാലും ഫോറിൻ അസറ്റ് ആയാലും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് റിട്ടേൺ കിട്ടും. അത് എന്തായാലും രണ്ട് അസറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ഈക്വൽ ആയിരിക്കണം. ഇതെന്ന് പറയുന്നത് അഡ്ജസ്റ്റഡ് ഫോർ എക്സ്പെക്ടഡ് എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ചസ് ആണ്. എക്സ്ചേഞ്ച് റേറ്റ് ചേഞ്ചസിനോട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. അതിന് മാറ്റം വന്നു കഴിഞ്ഞാൽ ഇത് ഈക്വൽ ആവാതെ പോകും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, സപ്പോസ് ദ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് കട്ട്സ് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് യൂറോപ്പിന്റെ സെൻട്രൽ ബാങ്ക് അവരുടെ പലിശ നിരക്ക് കുറയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ ലാഭമില്ലേ, അവിടെ പലിശ കുറഞ്ഞു. അപ്പോഴത്തേക്ക് വൈൽ ഇതേ സമയം ദ US ഫെഡറൽ റിസർവ്, അതായത് ഫെഡ് എന്ത് ചെയ്തു, കീപ്സ് റേറ്റ്സ് കോൺസ്റ്റന്റ്. അത് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിർത്തി. അപ്പോൾ ആൾക്കാർ എല്ലാവരും എന്ത് ചെയ്യും, ഇത് യൂറോ മേടിക്കാൻ നിർത്തിയിട്ട് ഡോളർ മേടിക്കാൻ തുടങ്ങും. ഇൻവെസ്റ്റേഴ്സ് സെല്ല് യൂറോസ് ആൻഡ് ബൈ ഡോളേഴ്സ്. കയ്യിലുള്ള യൂറോ എല്ലാം വിറ്റിട്ട് ഡോളർ മേടിക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് ഇവിടെ സംഭവിക്കുക എന്താണ്, ദിസ് കോസ് ദ യൂറോ ടു ഡിപ്രീഷിയേറ്റ്. അപ്പോൾ യൂറോയുടെ വാല്യൂ കുറയുകയും ആൻഡ് ദ ഡോളർ ടു അപ്രീഷിയേറ്റ്, ഡോളറിന്റെ വാല്യൂ കൂടുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സമ്മറി ടേബിൾ നോക്കാം. ഇത്രയും നേരം പറഞ്ഞതിന്റെ ഒരു സമ്മറി ആയിട്ടുള്ള കാര്യം. അത് ഫാക്ടർ, ഇപ്പം ഹയർ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഡൊമസ്റ്റിക് കറൻസി എങ്ങനെ ബാധിക്കും, അവിടെ അപ്രീസിയേഷൻ സംഭവിക്കും. ഓക്കെ, അതായത് ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതിൻ്റെ ഒരു സമ്മറിയാണ്, നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് എക്സ്പെക്റ്റഡ് കറൻസി അപ്രീസിയേഷൻ, അതായത് കറൻസി അപ്രീസിയേഷൻ എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ഒരു അപ്രീസിയേഷൻ സംഭവിക്കും. ഓക്കെ, അടുത്തത് ഹയർ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ ആണ്. അതായത് ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ ഡിപ്രീസിയേഷൻ വരും. ഓക്കെ, കാരണം ഡൊമസ്റ്റിക് കറൻസി വാല്യൂ കുറയും. അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ അറിയാമല്ലോ, അപ്രീസിയേഷൻ വാല്യൂ കൂടുന്നത്, ഡിപ്രീസിയേഷൻ വാല്യൂ കുറയുന്നത്. അടുത്തത് പൊളിറ്റിക്കൽ ഓർ എക്കണോമിക് റിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ കുറയും, ഡിപ്രീസിയേഷൻ സംഭവിക്കും. ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് റിഫ്ലക്ട്സ് റിയൽ വേൾഡ് ക്യാപിറ്റൽ ഫ്ലോസ് ഇൻ എ ഗ്ലോബലൈസ്ഡ് വേൾഡ്. അതായത് ഗ്ലോബലൈസ്ഡ് വേൾഡിൽ റിയൽ വേൾഡ് ആയിട്ടുള്ള എന്താണ് ക്യാപിറ്റൽ ഫ്ലോ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ പറഞ്ഞില്ല, എൻ്റെ അസംപ്ഷൻ തന്നെ അതാണ്. അത് ക്യാപിറ്റൽ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കാൻ പറ്റുന്നു എന്നുള്ളത്, അങ്ങോട്ട് രാജ്യങ്ങൾക്കിടയിൽ വിൽക്കാനും വാങ്ങാനും പറ്റും എന്നുള്ളത്. ഓക്കെ, ഇത് റിഫ്ലക്ട് ചെയ്യുന്നു, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. എക്സ്പ്ലെയിൻസ് ഷോർട്ട് റൺ എക്സ്ചേഞ്ച് റേറ്റ് വോളറ്റിലിറ്റി. അത് ഷോർട്ട് റൺ ആയിട്ട്, അത് ഹ്രസ്വകാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ഒരു വോളറ്റിലിറ്റി, അത് മാറുന്ന ഒരു അവസ്ഥ, കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ബെറ്റർ ദാൻ ട്രഡീഷണൽ ട്രേഡ് ബേസ്ഡ് മോഡൽ. മറ്റ് ട്രേഡ് ബേസ്ഡ് മോഡലിനെക്കാട്ടിലും ഇത് കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിന്റെ ലിമിറ്റേഷൻസ് നോക്കാം. അത് റിലൈസ് ഹെവിലി ഓൺ എക്സ്പെക്ടേഷൻസ്. ഇത് എക്സ്പെക്ടേഷൻസിൽ കൂടുതൽ ആശ്രയിക്കുന്നുണ്ട്. വിച്ച് ആർ ഹാർഡ് ടു മെഷർ. അത് എക്സ്പെക്ടേഷൻ അത് മെഷർ ചെയ്യാൻ വളരെ പ്രയാസകരമാണ്. ഓക്കെ, അത് ഒരു പോരായ്മയാണ്. അടുത്ത ഇഗ്നോർസ് റിയൽ സെക്ടർ വേരിയബിൾസ് ലൈക്ക് ട്രേഡ് ബാലൻസ് ഇൻ ദ ഷോർട്ട് റൺ. അപ്പം ട്രേഡ് ബാലൻസ് ഒക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു റിയൽ സെക്ടർ വേരിയബിൾ ആണ്, റിയൽ വേൾഡ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇത് ഷോർട്ട് റണ്ണിൽ നടക്കുന്ന ഈ കാര്യം ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.